നമസ്കാരം, രാധാകൃഷ്ണനാണ്. പിന്നെ ഒരു കാര്യം പറയാമെന്ന് വിചാരിച്ചു വന്നതാണ്. നമ്മൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഇപ്പോൾ കൊക്കിൻ്റെ കാര്യമാണ് മെയിനായിട്ടുള്ളത്. കൊക്ക് എവിടെ പെയ്യുന്നൊരു പിടിയില്ല. കൊക്ക് കുളത്തിൻ്റെ കരയിൽ ഇരുന്ന് മീനും കിട്ടാതെ കൊക്ക് നീന്തി ചത്ത് പറന്നങ്ങ് പോയി. ഇപ്പോൾ കൊക്കുമില്ല, കുളവുമില്ല, കോഴിയില്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ഭംഗിയായിട്ട് ഭരണം. അദ്ദേഹം അമേരിക്കയിലാണ്. അമേരിക്കയിൽ നിന്ന് നല്ല നല്ല പദ്ധതികൾ നമ്മളിവിടെ കേരളത്തിലേക്ക് അദ്ദേഹം വരുമ്പോൾ ഞായറാഴ്ച വരുമെന്നാണ് അറിയുന്നത്. ഞായറാഴ്ച വരുമ്പോൾ കേരളത്തിലേക്ക് നല്ല പദ്ധതികൾ കൊണ്ടുവരും. അദ്ദേഹം തിരുവനന്തപുരം കോർപ്പറേഷനെ നല്ല രീതിയിൽ വളർത്തുകയും ചെയ്യും. നമ്മളെ കൊക്ക് ആകപ്പാടെ പറ്റിപ്പിക്കും. ഈ കൊക്ക് ഇനി നിന്നാൽ ജയിക്കുകയില്ല. ഞങ്ങളെ നാട്ടുകാർക്ക് ആദ്യം ഈ കൊക്ക് ഇവിടെ വന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് തോപ്പിച്ച് വിട്ട് ഓട്ടിച്ച് അത് അവിടെ ചെന്ന് അറിയാതെ ആൾക്കാർ ജയിപ്പിച്ച് വിട്ട് ഒരു നല്ല കാര്യം നടക്കാൻ സമ്മതിക്കില്ല. ഈ കൊക്ക് ഇപ്പോൾ ഭയങ്കര ശല്യമായിട്ട് വന്നിരിക്കുകയാണ്. പക്ഷേ കൊക്ക് കിടന്ന് കാണിക്കുന്ന അഭ്യാസം കാണണം. താങ്കളുടെ പിതാവ് ഈ സമൂഹത്തേക്ക് പറയത്തക്ക ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം ചെയ്തത് ഇവിടെ ഞങ്ങളുടെ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു പോയപ്പോൾ ചെയ്തതെന്നറിയാം. ഒരു 10-15 ബസ് സ്റ്റോപ്പിൻ്റെ സീറ്റിട്ട് ചെറിയ ഇരിക്കാനുള്ള ബസ് സ്റ്റോപ്പ് ചെറിയ രീതിയിൽ അന്ന് അതിന് 15 ലക്ഷം രൂപ വെച്ചാണ് ഓരോ ബസ് സ്റ്റോപ്പിനും വാങ്ങിച്ചത്. ആ ദിവസം അന്ന് വർഷങ്ങൾക്ക് മുമ്പ് താങ്കളുടെ പിതാവ് ജയിച്ചു തന്ന സമയം. പിന്നെ ചെയ്തത് അരിക്കര ഒരു ബലിമണ്ഡപം ചെയ്തു. അത് തന്നെ കൺട്രാക്ട് പറഞ്ഞ് 10 ലക്ഷം രൂപ കൈക്കൂലി ചോദിച്ചെന്ന് പറഞ്ഞു. അദ്ദേഹം അന്നത്തെ കൺട്രാക്ട് ഒരു വിഷയം ഉണ്ടാക്കി. അപ്പോൾ താങ്കളുടെ പിതാവും ഈ നാട്ടിലേക്ക് സമൂഹത്തിലേക്ക് വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതുപോലെ താങ്കളൊന്നും അവിടെ ഒന്നും ചെയ്യില്ല. താങ്കളിങ്ങനെ ഇതുപോലെ കൊണ്ടിട്ട് കൊക്കെന്ന് പറഞ്ഞിട്ട് അലയ്ക്കുന്നതല്ലാതെ താങ്കളൊന്നും ചെയ്യില്ല. പിന്നെ ഇപ്പം ചെയ്യുന്ന ഈ വഴിയോര കച്ചവടം ഒരു സൈഡിലേക്ക് മാറ്റുകയാണ്. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. എല്ലാം ഒരു സൈഡിലേക്കൊക്കെ മാറ്റുന്നത്. അതിൽ ആ സെക്രട്ടേറിയറ്റിൻ്റെ സൈഡിൽ 2-3 തമിഴന്മാർ കച്ചവടം ചെയ്യുന്നുണ്ട്. ആ കച്ചവടങ്ങൾ പിന്നെ 1000 രൂപ ദിവസ വാടകയാണ് ആ കടകൾക്ക്. നല്ല തുക എമൗണ്ട് അഡ്വാൻസും വാങ്ങിച്ചിട്ടുണ്ട്. അത് പലരും വാടകയ്ക്ക് അവർക്ക് കൊടുത്തേക്കാണ്. അങ്ങനെ കാശുണ്ടാക്കുന്ന ആൾക്കാരാണ് ഒരു 4-5 പേര്. അതുപോലെ ഈ വണ്ടിയിലിട്ട് കച്ചവടം ചെയ്യണവർ വണ്ടിയിലിട്ട് കച്ചവടം ചെയ്യണവേ ഒന്ന് ബാറ് മുതലാളി ഒരു തട്ടിട അടാർ തട്ടിട. പിന്നെ ഉള്ള ഹോട്ടലിട്ടവന്മാർ അവിടെ കൊണ്ടുവന്ന് വണ്ടി ഇട്ടിട്ടുണ്ട്. ഇവരെ ഈ മെയിൻ പരിപാടി എന്നറിയാം, ഈ ചായക്കട ഇട്ടേക്കുന്നവന്മാരാണ് കൂടുതലും വൈകുന്നേരം അവിടെ കൊണ്ടുവന്ന് ഈ വണ്ടി കൊണ്ട് കച്ചവടം ചെയ്യുന്നത്. ഒരുത്തൻ 23 ഹോട്ടലിട്ടേക്കുന്നവരും തട്ടുകട ചെയ്യുന്നുണ്ട്. ഈ ചായക്കട ചെയ്തവന്മാർ വൈകുന്നേരം സാധനങ്ങൾ കൊണ്ടുവന്ന് അവിടെ കൊണ്ട് കൊടുത്ത് കാശുണ്ടാക്കുന്നുണ്ട്. അത് അങ്ങനെ ചെയ്യും. അവിടെ വിൽക്കാത്ത ഇവിടെ കൊണ്ട് വിൽക്കും. അവന്മാർ അത് ശല്യം. ഈ ജീവിക്കാനുള്ളവന്മാർ വളരെ കുറവാണ്. അവർ സാധാരണ രീതിയിൽ ചെയ്ത് ജീവിക്കുകയാണ്. യുവന്മാർ പറ്റിക്കുകയാണ്. പിന്നെ ഇവന്മാർ വേറൊരു കാര്യം വിളിച്ചുണ്ട്. ഈ കാറ്ററിംഗ് സർവീസിൽ മിച്ചം പറഞ്ഞ സാധനങ്ങളുണ്ട്. അത് ഈ കടകളിൽ കൊണ്ട് വിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു രസം എന്നറിയാം, ഈ ചിക്കനിൽ തൈര് ചേർക്കും. തൈരും അജനാമുട്ടയും ചേർക്കും. അത് 1 മണിക്കൂർ കഴിഞ്ഞാൽ കേടാവും. അങ്ങനെ പലരും ഈ വില കുറച്ച് കൊണ്ടുവന്ന് കടകളിൽ കൊണ്ട് കൊടുക്കും. പിന്നെ ഈ ചില കടകളിൽ കച്ചവടക്കാർ ഇടിയപ്പം, അപ്പം, ദോശ കൊണ്ടു കൊടുപ്പവരുണ്ട്. അപ്പോൾ ഇതൊന്നും കൊണ്ടുകൊടുത്തൊന്നും മാറ്റി വയ്ക്കരുത്. സ്വന്തമായിട്ടൊക്കെ ചെയ്യുക. നമ്മൾ ഇപ്പോൾ അവിടെ 150 കടയ്ക്കാണ് ലൈസൻസ് ഉള്ളതെന്നാണ് പറയുന്നത്. 150 കടക്കാരും നമ്മൾ കച്ചവടം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് ചെയ്യുക. പിന്നെ ചില കച്ചവടക്കാരെ കയ്യിൽ ഈ ശമ്പുവൊക്കെ ഉണ്ട്. അതൊന്നും വയ്ക്കരുത്. അതൊക്കെ നിയമവിരുദ്ധമാണ്. ഈ തട്ടുകടയെന്ന് പറയുമ്പോൾ നിങ്ങൾ ദോശയും ആംപ്ലേറ്റ് ഇങ്ങനെയുള്ള സാധനങ്ങൾ വെച്ച് വിറ്റ് ജീവിക്കാൻ നോക്കുക. അല്ല പണം ഉണ്ടാക്കാൻ വേണ്ടി നോക്കരുത്. മനസ്സിലായില്ലേ? അങ്ങനെ കുറേ പേരുണ്ട്. അതുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷന് ഫുൾ സപ്പോർട്ട്. ഞാനൊരു വഴിയോര കച്ചവടക്കാരനാണ്. മനസ്സിലായില്ലേ? അതുപോലെ ചെയ്യുമ്പോൾ അത് വൃത്തിയായിട്ടൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ന്യായമായുള്ള കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ ഈ കോർപ്പറേഷനെ അലമ്പാക്കാതെ നിങ്ങൾ കോർപ്പറേഷനിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടി നല്ല ഇപ്പോഴത്തെ രീതിയാണ്. അതനുസരിച്ച് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് കോർപ്പറേഷൻ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങളോട് യോജിച്ച് പോവുകയാണ്. ഇന്നത്തേക്ക് ഇത്രയും പറഞ്ഞു. കൊക്കെ താങ്ക് യു. നമസ്തേ.